ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചു. ഇന്നും എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലയിലെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടത്തരം മഴ വരെ ലഭിച്ചേക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. രാത്രിയും പുലർച്ചെയുമാണ് മഴസാധ്യത. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും കണ്ണൂർ ജില്ലയുടെ ഇടനാട് പ്രദേശങ്ങളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. സംസ്ഥാനത്ത് നിലവിൽ ലഭിക്കുന്ന വേനൽമഴ അടുത്ത ദിവസങ്ങളിലും തുടരും. അതേസമയം സംസ്ഥാനത്ത് വേനൽമഴയെ തുടർന്ന് ചൂട് 3 മുതൽ 4 വരെ ഡിഗ്രി കുറഞ്ഞു. കഴിഞ്ഞ ദിവസം കന്യാകുമാരി കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി നിലവിൽ തെക്കുകിഴക്കൻ അറബിക്കടലിൽ എത്തിയിരിക്കുകയാണ്. കേരള തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇതുമൂലം നിലവിൽ ലഭിക്കുന്ന മഴയ്ക്ക് കാലവർഷത്തിന്റെ സ്വഭാവമായിരിക്കും. കേരളത്തിന് കുറുകെ ഈർപ്പമുള്ള കാറ്റിന്റെ പ്രവാഹം ഉള്ളതിനാൽ ചൂടിലും കുറവുണ്ടാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. അതേസമയം കാലവർഷക്കാറ്റ് ഭൂമധ്യരേഖ കടന്ന് കേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം ഞായറോടെ ആൻഡമാൻ ദ്വീപിൽ എത്താനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് 10 ദിവസത്തിനു ശേഷം കാലവർഷം കേരളത്തിൽ എത്തിച്ചേരും. കാലവർഷം എത്തുന്നതുവരെ സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്നും ഇതുവരെ അനുഭവപ്പെട്ട കൊടുംചൂടിന് ഇനി ആശ്വാസമുണ്ടാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.